നമസ്കാരം. നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ആദ്യമേ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ, ലൂസ് ടോക്ക് എവിടെയെന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ലൂസ് ടോക്ക് കണ്ടുകൊണ്ടിരുന്ന പലരും നിരാശരായി അത് വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ട്. റെഗുലർലി ഒരുപക്ഷെ ഈ ദൃശ്യമാധ്യമ രംഗത്ത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇടാനുള്ള സാധ്യതയുള്ളത് ലൂസ് ടോക്കിനായിരുന്നു. കാരണം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു പ്രോഗ്രാം, ഞായറാഴ്ച വഴി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ തിരക്കുകളെ, കേസുകളെ, യാത്രകളൊക്കെ വന്നുകൊണ്ട് എനിക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ രാജ്മോഹനൊപ്പം ഉണ്ടായിരുന്ന ഒന്നെങ്കിൽ ശരത്തോ മനുജിയായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പം മറുനാടൻ സ്പെഷ്യലിൻ്റെ ചുമതലയായി അങ്ങ് മാറിയതോടുകൂടി രാജ്മോഹൻ ഒറ്റയ്ക്കായി പോയി. ഇല്ലാത്ത അവസ്ഥ വന്നുകൊണ്ടാണ് അത് മുടങ്ങിയത്. അതിന് പരിഹാരം ഏറെ വൈകാതെ ഉണ്ടാവും. നമ്മുടെ ഒരു മുതിർന്ന ജേർണലിസ്റ്റിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഓഗസ്റ്റിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വരും. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്. കഴിയുന്നതും ദിവസം ഞാൻ വരാൻ ശ്രമിക്കാം. എന്തായാലും ഒരുപാട് വിഷയങ്ങൾ ഈ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ വാസ്തവത്തിൽ ചർച്ച ചെയ്യേണ്ടത് വേടനാണ്. പല വിഷയങ്ങളുണ്ടെങ്കിലും വേടനാണ് തന്നെയാണ്. കാരണം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു. പക്ഷെ വേടനെ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയേക്കാം. ഒരുപക്ഷെ നാളെ ആവാം. നമുക്ക് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരാളോട് അതുകൊണ്ട് ചോദിക്കുന്നത്, രാജ്മോഹൻ, നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവസ്ഥ എത്രമാത്രം ഭീകരമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു സംഭവം. നമ്മൾ കേരളത്തിലാണ് ഇത്തരത്തിൽ സംഭവം നടക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അന്ന് ഇവർ ഇലക്ഷൻ വെച്ച് ഇവരെ പിടികൂടുന്ന സമയത്ത് അവിടുത്തെ ഒരു വനിതാ നേതാവ് ഈ ആളുകളോട് പെരുമാറുന്ന രീതിയാണെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരിക്കലും കേരളത്തിലൊന്നും പ്രവർത്തകർ ഈ രീതിയിൽ പെരുമാറുകയില്ല ഒരിക്കലും. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ വളരെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള സംഭവം തന്നെ നടന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ആദ്യം രാജ്മോഹനോട് വിയോജിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. നമ്മുടെ നാട്ടിൽ ഷുഹൈബിനെയാണെന്ന് തോന്നുന്നു വിചാരണ നടത്തിയാണ് കൊന്നു കളഞ്ഞത്. ഷുഹൈബാണോ? കണ്ണൂരിൽ. ഷുഹൈബല്ല, മറ്റേ വേറാണ്, അരിൽ ഷുക്കൂർ ആണെന്ന് തോന്നുന്നു. അരിൽ ഷുക്കൂറിനെ ഇവിടുത്തെ CPMകാർ എവിടെ പോകുന്നു എന്ന് ചോദിച്ച് വഴിയിൽ തടഞ്ഞു നടത്തി വിചാരണ. ഒരു വയലിലോ മറ്റോ കൊണ്ടുപോയി ഇത്തരത്തിൽ ഒരു പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ആരെങ്കിലും കയറിയാൽ അവരെ പിടികൂടി ചോദ്യം ചെയ്യുക, കൊന്നുകളയുക. അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കുന്ന തരത്തിൽ CPIM കാട്ടിക്കൊണ്ടിരിക്കുന്ന അതേ വൃത്തികേട് തന്നെയാണ് അവിടെ സ്വാധീനമുള്ള ഭജനങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന. ഒന്ന്. രണ്ട്, അതേ സംഭവം എടുക്കുക. അതായത് നിങ്ങളീ പറയുന്ന മതപരിവർത്തനത്തിൻ്റെ പേരിൽ മനുഷ്യക്കടത്തുന്ന പേരിൽ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 2022 സംഭവിച്ചത് തൃശ്ശൂർ സംഭവിച്ചത് അവരെ വെറുതെ വിട്ടു. മനുഷ്യക്കടത്തിന് തെളിവുമില്ലെന്ന് പറഞ്ഞു. അപ്പം എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. പക്ഷെ അവിടെ വില്ലൻ വേഷത്തിൽ വരുന്നത് ആർക്കാണോ അവിടെ സ്വാധീനമുള്ളത് അവരായിരിക്കും. ഇവിടെ ബജറംഗളിലാണ്. അതുകൊണ്ടാണ് മാത്രം. അതുകൊണ്ട് അത് നിഷേധിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്തതിലേക്ക് കിടക്കും. നമ്മുടെ എന്താണ് ഈ സംഭവത്തെ കാണുന്നത്? എങ്ങനെയാണ്? അല്ല, ഈ സംഭവത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ പാവപ്പെട്ട കുട്ടികളെ അവർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ പിന്നെ കണ്ടുപിടിച്ചായിരിക്കും അവർ കൊണ്ടുവന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. സത്യം പറഞ്ഞില്ല, അവിടുത്തെ അവസ്ഥ നമുക്കറിയാം. ഒരു സംസ്ഥാനം പൊതുവെ വളരെ പല കാര്യങ്ങൾ, അവിടെ ഒരുപാട് ഈ ധാതു ലവണങ്ങളൊക്കെ ഉള്ള സംസ്ഥാനമാണെങ്കിൽ പോലും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉള്ള ഒരുപാട് മാവോയിസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സംസ്ഥാനമാണ്. അവിടെ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. ചിലപ്പോൾ അവർ ഈ കന്യാസ്ത്രീകൾ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ആഗ്രഹയിൽ ഒരു ജോലി വാങ്ങി കൊടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെ ഇവർ തടയാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ഞാനിതിനെ വളരെ സമഗ്രമായി വിലയിരുത്തുന്ന ആളാണ്. ഞാൻ ഈ വിഷയം പഠിച്ചു. ഇതിൻ്റെ അകത്ത് ഒരുപാട് തലങ്ങളുണ്ട്. ഒന്ന്, ഈ പർട്ടിക്കുലർ സംഭവത്തിൽ പൂർണ്ണമായും നിയമവിരുദ്ധമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. അതേസമയം ഈ VHPയോ ബജറംഗ് ദളോ RSS ഒക്കെ ഉയർത്തുന്ന ചില വിഷയങ്ങൾ അത് ഗൗരവമുള്ളതാണ്. കാരണം നമ്മുടെ ഇവിടെ ഈ രാജ്യം ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലോ അല്ലെങ്കിൽ കശ്മീരിലോ അല്ലെങ്കിൽ ഗോവയിലോ അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ ആയിരിക്കും മതന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുള്ളത്. ഇനി തെക്കേ ഇന്ത്യയുടെ സംസ്കാരം വ്യത്യസ്തമാണ്. പക്ഷെ വടക്കേ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് പ്രാദേശിക ദേശീയതയിൽ ആഴ്ന്ന ഹിന്ദുത്വ കൾച്ചറാണ്. അത് BJP ഭരിക്കുമ്പോൾ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണല്ലോ ഗ്രഹാം സ്റ്റെയിനിനെ ചുട്ടുകൊന്നത്. അല്ല, മാത്രമല്ല അന്ന് ഇപ്പൊ തന്നെ ഛത്തീസ്ഗഡിൽ പല വിചിത്രമായ നിയമങ്ങളും കൊണ്ടുവന്ന് കോൺഗ്രസ് സർക്കാർ ഈ മതപരിവർത്തന നിയമം കൊണ്ടുവന്നവരാണ്. അപ്പം ഹിന്ദു വോട്ടർമാർ, ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ ഹിന്ദു പ്രീണന അല്ലെങ്കിൽ ഹിന്ദുത്വ രീതിയിലുള്ള നിയമങ്ങളുണ്ട്. ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ്. അത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ ഇതിൽ ഇടപെടാറുണ്ട്. പണ്ട് ഉത്തർപ്രദേശിൽ കമലാവതി ത്രിപാഠിക്ക് പോലുള്ള ആളുകൾ ഏതാണ്ട് ദിവസം പൂജ ചെയ്തു, ഏതാണ്ട് ഈ ഒരു ആത്മീയ പരിവേഷം കൂടെ ഉള്ള നേതാക്കളാണ് അവിടെ. ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, BJP വളർന്നപ്പോൾ മാത്രമാണ് ഹിന്ദുത്വത്തോട് ഈ ചതുർത്ഥി മാത്രമല്ല ഇത്തരം പോഷക സംഘടനകൾ വളർന്നു വന്നു അവിടെ. BJPയും അതിനോടനുബന്ധിച്ച സംഘടന വളർന്നപ്പോൾ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അവർക്ക് ഏറ്റെടുത്ത് കൊടുത്തിട്ട് ഞാൻ കൈയൊഴിയുന്നല്ലാതെ പണ്ടും
ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ എങ്ങനെയുണ്ട്? ഇതിനെ മഹാരാഷ്ട്രയിൽ ഇന്നിപ്പോൾ UDFൻ്റെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ, UPIയുടെ ഭാഗമായിരിക്കുന്ന ശിവസേന ബാൽ താക്കറയുടെ കാലത്ത് എന്തൊക്കെ ചെയ്ത് കൂട്ടിയത്? മലയാളികളെ ഓടിച്ചിട്ടടിക്കുകയല്ലേ. അപ്പം ഇത് എക്കാലത്തുമുണ്ട്, മതത്തിൻ്റെ പേരിൽ കൊലപാതകം എക്കാലത്തുമുണ്ട്, ഈ ചോദ്യം ചെയ്യൽ. അതേസമയം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഒരു മതം ഒരു സുവിശേഷകൻ, ഒരു പാസ്റ്ററാണെന്ന് തോന്നുന്നു, അയാൾ ബദ്രിനാഥിൽ ചെന്നിട്ട് കണ്ടോ? അത് കണ്ടില്ല? ബദ്രിനാഥിലെ ഒരു പാലത്തിൽ നിൽക്കുവാണ് ഇദ്ദേഹം, ഈ സുവിശേഷകൻ. ഞാൻ ആരാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ബദ്രിനാഥിലെ പാലത്തിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷകൻ മലയാളത്തിൽ പറയുകയാണ്, ഞാനിപ്പോൾ ബദ്രിനാഥിലെത്തിയിരിക്കുന്നു, നമ്മൾ ഒരുമിച്ച്, ബദ്രിനാഥ് കേദാർനാഥാണെന്ന് എനിക്കറിയത്തില്ല, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം, യേശുവിൻ്റെ സുവിശേഷം ഇവിടെല്ലാം പ്രചരിപ്പിക്കണം. ഞാൻ ഇങ്ങോട്ട് നോക്കി, ഇവിടെ എല്ലാം ദുരാചാരങ്ങളാണ്, ഈ ഹിന്ദു മതത്തിൻ്റെ ദുരാചാരങ്ങളും അതിൻ്റെ തോന്നലുകളും വൃത്തികേടുകളും മാത്രമാണ്. നമ്മൾ യേശുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിച്ച് ഇത് മുഴുവൻ നമ്മുടെ ഈ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു സാധനം കാണുവാണ്. അപ്പം വിശ്വാസികൾ ചുറ്റും നടക്കും, പക്ഷെ ഇവർക്ക് ഭാഷ അറിയില്ല. പക്ഷെ അവിടെ ഒരുപാട് മലയാളികൾ എപ്പോഴും പോകുന്ന സ്ഥലവും ആരെങ്കിലും കണ്ടായിരുന്നാൽ നാളെ ഇവിടെ കണ്ടോ സുവിശേഷകനെ ആൾക്കൂട്ടം കയ്യേറ്റം ചെയ്ത് വാർത്ത വരും. ബദ്രിനാഥിലെ ചീഫ് പ്രീസ്റ്റ് എന്ന് പറയുന്ന പോലും മലയാളിയാണ്, റാവൽ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ പ്രചരണം അവിടെ നടക്കുന്നുണ്ട്, സത്യമാണ്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും അവിടെയുള്ള ആദിവാസികളെ മതപരിവർത്തനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ നിയമം ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഒരാൾ ഒരു മതത്തിൽ നിന്ന് മാറി മറ്റൊരു മതത്തിലേക്ക് പോയാലും ജാതി മാറുന്നില്ല. അപ്പോൾ ജാതിയുമായി അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യം കിട്ടും എന്നൊരു നിയമം കൊണ്ടുവന്നാൽ, അതാണല്ലോ ഇവിടെ പരിവർത്തന ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്ത്യൻസിന് SC/ST സംവരണം വേണമെന്നും പറഞ്ഞ് പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇവിടെ ദളിത് ക്രൈസ്തവർക്ക് സംവരണമില്ല, ഹിന്ദുവായ സംവരണമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് കരുതുക. അതായത് നിങ്ങൾ മതം ഏത് മാറിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് SC/ST സംവരണം കിട്ടുമെന്ന് നിയമം കൊണ്ടുവന്നാൽ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യാനുപാതം മാറും, ക്രിസ്ത്യാനികൾ വലിയ തോതിൽ കൂടും. കാരണം ഈ ആദിവാസി മേഖലകളിലും ദളിത് മേഖലകളിലുമൊക്കെ ഒരുപാട് പേർ, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മുടെ ഒരു MLA-യും ഒരു MP-യും അവർ ദളിത് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു MP, കേരളത്തിൽ നിന്നൊരു MP-യും ഒരു MLA-യും അവർ ഹിന്ദു ദളിതരായിട്ടാണ് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായി അവർ ക്രിസ്ത്യാനികളാണ്. അവരുടെ ജീവിതം ക്രിസ്ത്യൻ രീതിയിലാണ്, അവർ ക്രിസ്ത്യൻ രീതിയിലാണ് ജീവിക്കുന്നത്, ക്രിസ്ത്യൻ വിശേഷങ്ങളാണ് അവർക്കുള്ളത്. പക്ഷെ അവർ ഹിന്ദുവിൻ്റെ ലേബലിലാണ്. ഇത്തരത്തിൽ ലേബൽ ഒട്ടിച്ച ഒരുപാട്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ തിരുവനന്തപുരത്ത് നാടാർ സമുദായത്തിൽ നാടാർ ക്രിസ്ത്യൻ നാടാർ ഹിന്ദു ഉണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ പെടുന്നവരാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട്. വലിയ തോതിൽ കൺവേർഷൻ നടന്നിട്ടുണ്ട്. അതിനെതിരെ പണ്ടുണ്ടായതിനേക്കാൾ സംഘടിതമായ നീക്കം ഇപ്പോഴുണ്ട്. കാരണം ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്, ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP ആണ്, RSS പലതിനൊക്കെ ശക്തി. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുകയും, ആദ്യം പറയുന്നത് ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുകയും ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യണം. ആദ്യത്തെ പോയിന്റ് അതാണ്. ഈ മതപരിവർത്തനം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് അപകടം പിടിച്ചതാണ്. വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തെയാണ് പലപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ഇവിടെയൊക്കെ എല്ലാവരും. പക്ഷെ മുസ്ലിം സമുദായത്തിലേക്ക് നടക്കുന്നതിനേക്കാൾ കൂടുതൽ മതപരിവർത്തനം ഇന്ത്യയിൽ നടക്കുന്നത് അത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ അത് വളരെ വ്യക്തമാണല്ലോ. ആ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ നാഗാലാൻഡൊക്കെ ആണെന്ന് തോന്നുന്നു, അവിടുത്തെ ആളുകൾ പലപ്പോഴും പറയാറുണ്ട് അവർ സ്റ്റേറ്റ് വിട്ടു പോകുമ്പോൾ ഞാൻ ഇന്ത്യയിൽ പോകുന്നു എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് കേരളത്തിലെ BJP-ക്കാണ്. ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു. ഇതിലെ രണ്ട് കന്യാസ്ത്രീകൾ, ഒരാൾ അങ്കമാലിക്കാരിയ, മറ്റേ ആള് ഈ നമ്മുടെ ഉദയഗിരി, ആലക്കോട് ഉദയഗിരി, കണ്ണൂർ. ഈ ഉദയഗിരിക്കാരിയായ സിസ്റ്റർ, ആ സിസ്റ്റർ എനിക്കൊരു ബന്ധമുള്ളതാണ്. എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ഫസ്റ്റ് കസിൻ്റെ മോളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ രണ്ട് കന്യാസ്ത്രീകളും ദീർഘകാലം അവിടെ പ്രവർത്തിക്കുകയാണ്. അവർ ഈ ആദിവാസികൾക്കിടയിലും പാവങ്ങൾക്കിടയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഈ കന്യാസ്ത്രീകളും മിഷണറിമാരും മതപരിവർത്തനം നടത്തുന്നത് പറയുമ്പോഴും, മതപരിവർത്തന ആരോപണം ഉണ്ടാകുമ്പോഴും അവർ ചെയ്യുന്ന സേവനം സമാനതകളില്ലാത്തതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ സാധാരണക്കാരെ പാവങ്ങളായ മനുഷ്യർക്കിടയിൽ ചെന്നിട്ട് അവരെ ചികിത്സയ്ക്കും, കാരണം ഇപ്പോഴും അന്ധവിശ്വാസങ്ങൾ മുഴുകി ജീവിക്കുന്നത് അത് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. മതപരിവർത്തനം നടക്കുന്നുണ്ടാവാം, ഇല്ലൊന്നും പറയുന്നില്ല. പക്ഷേ കേവലം പോയി നിർബന്ധിച്ച് മതം മാറ്റുന്നതിനപ്പുറത്തേക്ക് വളരെ വലിയ സേവനം. ഞാൻ എപ്പോഴും പറയും, കഴിഞ്ഞ ദിവസം ഗോവിന്ദച്ചാമിയുടെ പേരിൽ പേരുദോഷം കേട്ട
ഉണ്ടല്ലോ മറ്റേ ആകാശപ്പറവ്. ആകാശപ്പറവുകൾ. ഈ ആകാശപ്പറവുകളെ സഹായിക്കുന്ന ആളുകളെ എനിക്കറിയാം. ആകാശപ്പറവ് തുടങ്ങി വെച്ച ഈ ജോർജ് കുറ്റിക്കൽ എന്ന് പറഞ്ഞ അച്ഛനെ എനിക്കറിയാം. ഒരു വിശുദ്ധനായ മനുഷ്യൻ. എത്രയോ പേര് അദ്ദേഹം കൊണ്ട് തെരുവിൽ കിടന്ന ആളെ ഞാൻ പറഞ്ഞത് നമുക്ക് പറ്റുമോ തെരുവിൽ ഭക്ഷണം കഴിക്കാതെ കുളിക്കാതെ മുടി വെട്ടാതെ നാറി പേൻ കയറി നശിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ പോയി എടുക്കുക? ഇവിടെ ഈ ആകാശപ്പറവുകളുടെ ഒരു ശാഖ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്ക് ഇവിടെ ആര്യങ്കാവ് ചെങ്കോട്ടെ പ്രവർത്തിക്കും ഒരച്ഛൻ, എനിക്ക് പരിചയമുള്ള അച്ഛനാണ്. ഞാനവിടെ പോകാറുണ്ട്. ഈ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല ഇവർ തെരുവിൽ പോയി മനോദൗർബല്യമുള്ള മനുഷ്യരെ അവരെ കൊണ്ട് മതം മാറ്റിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഒരു പ്രയോജനമല്ല. എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവരെ കുളിപ്പിച്ച് നനപ്പിച്ച് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഇവരെ പാർപ്പിച്ച് ഞാൻ അവിടെ പോകാറുള്ളതാണ് ഈ ചെങ്കോട്ടയ്ക്കപ്പുറത്തുള്ള. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ ഈ മിഷണറിമാർക്ക് പറ്റൂ. മാത്രമല്ല കേരളത്തിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് മിഷണറിമാരോട് വന്നിട്ട് അവർ ചെയ്ത ആദ്യം മൊത്തം മതപരിവർത്തനമല്ല. നമ്മുടെ നാട്ടിൽ എത്രയോ വികസന പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അത് കണക്കിലെടുക്കണം എപ്പോഴും. അതുപോലെ ഇവരിങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സഹായം ചെയ്യുമ്പോൾ ചിലർ മതം മാറുമായിരിക്കും. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ കുടുംബം ഇവിടെ ഭാഗ്യവശാൽ അതായത് കന്യാസ്ത്രീയുടെ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ സഭയുടെ ഭാഗ്യം കൊണ്ട് ഈ 3 കുട്ടികളും ക്രിസ്ത്യൻ കുടുംബത്തിൽ തന്നെയുള്ളവരാണ്. അവർ ഇന്നലെയോ മിനിഞ്ഞോന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ മതം മാറ്റിയവരല്ല. ബേസിക്കലി ഞാൻ പറഞ്ഞ അതിപ്പോൾ ഞാനൊരു മാധ്യമപ്രവർത്തൻ്റെ ഓഡിയോ ക്ലിപ്പ് എനിക്ക് കേട്ടു. അവരൊക്കെ പറയുന്നത് ഇവരെല്ലാം അതും ഇതും കൊടുത്ത് മതം മാറ്റിയവരാണ്. അങ്ങനെയല്ല. ഈ 2 തരത്തിൽ മതം മാറ്റമുണ്ട്. മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ പരമ്പരാഗത ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള മുസ്ലിംസും ക്രിസ്ത്യാനികളും എല്ലാം മതം മാറിയവരാണ്. ഇവിടെ ഹിന്ദു മതം ഉണ്ടായിരുന്നുള്ളൂ, അവിടുന്ന് മതം മാറിയതാണ്. ആദ്യത്തെ കാര്യം നമ്മുടെ പൂർവ്വപിതാക്കൾ മതം മാറി. ഇതിൽ ഏറ്റവും 2 തരത്തിലുള്ള മതം മാറ്റമാണ് ഒടുവിൽ കിടന്നത്. ഒന്ന് പോർച്ചുഗീസുകാരുടെ കാലം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം വരെ ഉണ്ടായ മതം മാറ്റം. ഈ സമയത്ത് ഇപ്പം ബേസിൽ മിഷൻ അടക്കമുള്ളവരിവിടെ വരുന്നുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ നേരിട്ട് കത്തോലിക്ക മതം, ഈവൻ ഇവിടുത്തെ പരമ്പരാഗത ക്രിസ്ത്യാനികളെ പോലും അവർ മതം മാറ്റി അവരുടെ ക്രിസ്ത്യാനിയെ മതമാക്കി. ലത്തീൻ കത്തോലിക്ക. ബ്രിട്ടീഷുകാർ ഈ പ്രോട്ടസ്റ്റന്റുകാരാണ്. അവർ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയും. കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ്. അപ്പം ബ്രിട്ടീഷുകാർ ആണ് ഈ CSIയും NSIയും സ്ഥാപിച്ചത്. അവരുടെ സഭയുടെ ഭാഗമായിട്ട് നോർത്ത് ഇന്ത്യ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും. അത് 2ആയി. ഒന്നായിരുന്നു. അത് 2ആയിട്ട് ഈ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും സ്ഥാപിച്ചത് അവരാണ്. ഇപ്പോഴും കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനെ അവർ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അവരുടെ കീഴിൽ നിന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം പരമ്പരാഗത ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തുള്ള യാക്കോബക്കാരാണ് യഥാർത്ഥ പരമ്പരാഗത ക്രൈസ്തവർ. ഈ യാക്കോബക്കാരിൽ നിന്നാണ് യാക്കോബക്കാരിൽ നിന്ന് വേറിട്ട് പോയതിനാണ് ഞങ്ങൾ സീറോ മലബാറുകാർ പോലും. കാരണം ഞങ്ങളെല്ലാം ഒരു പാരമ്പര്യമായിരുന്നു. ഞങ്ങളെല്ലാം ഒരു പാരമ്പര്യമായിരുന്നു, പൗരസ്ത്യ പാരമ്പര്യമായിരുന്നു. കൂനം കുരു സത്യാഗ്രഹം നടക്കുന്നു. അതായത് അതിന് മുമ്പ് ഉദയംപേരൂർ സുനഹദോസ്. ഈ സുനഹദോസിൽ പോർച്ചുഗീസുകാരാണ് കൺട്രോളിലേക്ക് വരും. പോർച്ചുഗീസുകാരോട് വരുന്നു. പോർച്ചുഗീസുകാരോട് വന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിറ്റി അല്ല എന്ന് പറയുക, അവരുടേതാണ് ക്രിസ്ത്യാനിറ്റി. എന്നിട്ട് അവർ ഞങ്ങൾ നിർബന്ധിച്ച് മാറ്റുമ്പോൾ പേടിച്ച് മാറിയവരാണ് ഞങ്ങൾ. കാരണം റോമിൻ്റെ കീഴിൽ നിന്ന് പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പേടിച്ച് അവരുടെ കൂടിയവരാണ് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട്. നീ പോടാ പുല്ലെന്ന് പറഞ്ഞ് പോയവരാണ് യാക്കോബക്കാർ. ഈ യാക്കോബക്കാരിൽ നിന്നാണ് ആദ്യം മാർത്തോമക്കാരുണ്ടാവുന്നത്. അവരിൽ നിന്നാണ് പിന്നെ ഓർത്തഡോക്സുകാരുണ്ടാവുന്നത്. പക്ഷെ അവർ സമ്മതിക്കത്തില്ല. പിന്നെ ചീത്ത വിളിക്കും, ഞങ്ങളാണ് പാരമ്പര്യം. കാരണം ഓർത്തഡോക്സുകാർ പറഞ്ഞാൽ അവരാണ് ഈ പാരമ്പര്യപരമായ ക്രിസ്ത്യാനികൾ അവർ പറയുന്നത്. എനിവേ ഇതാണ് ചരിത്രം. അതിനകത്ത് 24 അവർക്ക് ഭരണഘടനയുണ്ടായി, യാക്കോബക്കാർക്ക് ഭരണഘടന ഇല്ലാതെ. അതുകൊണ്ടാണ് അവർ തോറ്റുപോയത്. അന്ത്യോക്യയിലാണ്. അതേസമയം ഓർത്തഡോക്സുകാർ അന്ത്യോക്യയുടെ കീഴിലല്ല ആയിരുന്നു. പക്ഷേ ഈ ഭിന്നത വന്നതോടുകൂടി അവരെ സ്വതന്ത്രമായി. കത്തോലിക്ക ബാവയാണ് അവരുടെ പോപ്പ്. അപ്പം ഞാൻ പറഞ്ഞു ഇത്തരം ഒരു സാഹചര്യം നമ്മൾ സഭയിലേക്ക് എല്ലാവരും പോയത്, അത് മാറിപ്പോയി. അപ്പം ഇത്തരം ഒരു പശ്ചാത്തലം ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കാലത്ത് ഒരുപാട് മതപരിവർത്തനം നടന്നു. ഇപ്പം ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ എങ്ങനെയാണ് ക്രിസ്ത്യാനികളായത്? ഈ കാലയളവിൽ സംഭവിച്ചതാണ്. അവരെല്ലാം ലത്തീൻ കത്തോലിക്കരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്സ്യത്തൊഴിലാളികൾ ഭൂരിപക്ഷം എല്ലാവരും ലത്തീൻ കത്തോലിക്കരാണ്. അത് പോർച്ചുഗീസുകാരുടെ കാലത്ത് സംഭവിച്ചതാണ്. അവിടുന്ന് വലിയ കൺവേർഷൻ നടന്നതാണ്. അതുപോലെ തന്നെ ജാതിയുടെ പേരിൽ നടന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച ഒരുപാട് ആളുകൾ എന്നിട്ടൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്നിട്ടും മറ്റേ ജാതി ക്രിസ്ത്യാനിയായി. അതുകൊണ്ടുണ്ടായി. അത് പൊയ്കയിൽ അപ്പച്ചൻ യോഹന്നാൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം അതിനൊരു വിക്ടിമാണ്. അപ്പം അതുപോലെ അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ദീർഘകാലം നീണ്ട മതപരിവർത്തനം വഴി ഒരുപാട് പേര് ഈ ആദിവാസി ക്രിസ്ത്യാനികളായിട്ടുണ്ട്. അങ്ങനെ നേരത്തെ മുതൽ ക്രിസ്ത്യാനികളായവരാണ്
ഈ പറഞ്ഞ ഈ പറയുന്ന കുട്ടികളൊക്കെ അവരുടെ മാതാപിതാക്കളും ക്രിസ്ത്യാനികളാണ്. ഒരു പാരമ്പര്യമുള്ള കുറച്ച് കാലമായി അവിടെ ക്രിസ്ത്യാനി. അതേസമയം ഇവർ ആദിവാസികളാണ്. അത് നമ്മുടെ നാട്ടിലെ ആദിവാസികളിൽ അവിടുത്തെ ഇവിടെയുമുണ്ട്. ഇവിടെ മലയേറിയ വിഭാഗം എന്ന് പറഞ്ഞ ആദിവാസികളുണ്ട്. നമ്മൾ പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണത്. ഈ കേരളത്തിൽ മലയരയർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ വളരെ പരിഷ്കൃത ജീവിത രീതിയുള്ളവരാണ്. അവർ ക്രിസ്ത്യാനികളാണ്, ഫുള്ളി അവർ കാത്തലിക്സാണ്. അവർക്ക് STയുടെ സംവരണം ഇവിടെയുണ്ട്. അതായത് അത് പ്രധാനമായും ഈ മേലുകാവുകാരില്ലേ, മേലുകാവ് നമ്മുടെ അവിടുന്ന് PW എഞ്ചിനീയർ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു SP സൈമൺ, അദ്ദേഹമാണ് സൈമൺ, പല കേസ് അന്വേഷിച്ച് തെളിയിച്ച സൈമൺ, അയാളുടെ മൊത്തം പേര് ഞാൻ പറഞ്ഞു. സൈമൺ. പിന്നെ ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്ന് പറയുന്ന ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. പല ആളുകളുണ്ട്. ഇവിടെ എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ. ഈ മലയേറിയ വിഭാഗം എന്ന് പറയുന്നത് ബേസിൽ നമ്മൾ ക്രിസ്ത്യൻ ഇതിലേക്ക് പോവുകയാണ്. അതാണ്. അപ്പം ഇത്തരത്തിലൊരു 50-100 വർഷത്തിനിടയിൽ നടന്നിരിക്കുന്ന കൺവേർഷൻ്റെ ഭാഗമായിട്ടുള്ള ആദിവാസി ആളുകൾ പെട്ടവരാണ് അവരും. അപ്പം ഈ 3 അവിടെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. കോൺഗ്രസും BJP ഒക്കെ മാറി മാറി ഭരിച്ചിട്ടും പട്ടിണി ദാരിദ്ര്യം മാറിയിട്ടില്ല. ഈ കന്യാസ്ത്രീകൾ ആ 3 പേരെ ആഗ്രയിൽ അവരുടെ മഠത്തിലേക്ക് കൊണ്ടുപോയതാണ്. എന്തെങ്കിലും ജോലിയുണ്ട്. പിന്നെ അതിന്റെ പ്രോപ്പറായിട്ട് ലൈസൻസിങ് മറ്റും ചെയ്തിട്ടൊന്നുമാണ്. പക്ഷെ ഇത് മതപരിവർത്തനം അവിടെ ഇല്ല. കാരണം ക്രിസ്ത്യൻ കുടുംബങ്ങളുള്ളത് മതപരിവർത്തനം ഇല്ല. പിന്നെ മനുഷ്യക്കടത്ത് വരുന്നത് എങ്ങനെയാണ്? മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് ഒരാളെ നിർബന്ധിച്ച് അവരുടെ വീട്ടുകാരറിയാൻ തട്ടിക്കൊണ്ട് പോയി കൊടുത്തുന്നതാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. ഈ ഓസ്ട്രേലിയയിലേക്ക് ഒക്കെ പലരും കൊണ്ടുവന്നു. ഇവിടെ ആ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ സ്വന്തം പ്രകാരം കൊടുത്ത കത്തുകൊണ്ട് സഹോദരൻ കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ നടന്നിരുന്നത് നിയമവിരുദ്ധമായ ഇടപെടലാണ്. ആ നിയമവിരുദ്ധമായ ഇടപെടലായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരു ഐക്യം ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായതും ഇത്രയും ബഹളമായതും. അപ്പം അതിത്രയും വഷളാക്കി നശിപ്പിച്ചു എന്ന് പറയുന്നത് ഞെട്ടിക്കും. ഞാൻ കരുതിയിരുന്നത് പിറ്റേ ദിവസം ജാമ്യം കിട്ടുന്ന നമ്മളെല്ലാം അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷെ നമ്മൾ ഞെട്ടി ശരിക്കും കോടതി. അപ്പോൾ ഇവിടെ രാജ്മോഹൻ, അവിടെയാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എനിക്കറിയാൻ ആഗ്രഹമുള്ളത്. ഇത് കേരളത്തിലെ BJP ബാധിക്കുമോ എന്നറിയാൻ ആഗ്രഹം. കേരളത്തിലെ BJP തീർച്ചയായും ബാധിക്കും. കാരണം കേരളത്തിലെ BJP ക്രൈസ്തവർക്കിടയിൽ വളരെ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് വളർന്നു വരുന്ന സമയമാണ്. നമ്മൾ തന്നെ പലപ്പോഴും ന്യൂസ് ടോക്കിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിലൊക്കെ തന്നെ അതിൽ വലിയൊരു പങ്കുണ്ട്. മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങളിലൊക്കെ തന്നെ എല്ലാത്തിലും BJPയുടെ ഒരു ആഭിമുഖ്യം പുലർത്തുന്നവരുണ്ട്. ഇപ്പോൾ പുതിയ സംഘടന പോലും വീണ്ടും ഒരു ക്രൈസ്തവർ BJPയുടെ ഒരു ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സംഘടന ജോർജ് ജമാഅത്തിൻ്റെ ഒരു കൂട്ടത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു. കാരണം കേരളത്തിലെ BJPയുടെ നിലപാടല്ല ഈ മറ്റ് സ്ഥലത്ത് എന്നുള്ള ഒരു ധാരണ പോലും ജനങ്ങൾക്കിടയിൽ പടരാൻ സഹായമായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ സംഘടനയൊക്കെ സംഘടന എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ BJP അധികാരം ഉണ്ടാക്കുമ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം നേരത്തെ കിട്ടാൻ വേണ്ടി തുടങ്ങുന്ന പ്രാഞ്ചിയേട്ടന്മാരുടെ സംഘടനയാണ്. അതിനകത്തൊരു കഥയില്ല. അടിസ്ഥാനപരമായി കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ BJP വിരോധം കുറഞ്ഞു വരികയാണ്. ആയിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കറക്റ്റായി കരുതിയത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ റാഡിക്കൽ മുസ്ലിം സമുദായമല്ല, റാഡിക്കൽ മുസ്ലിംസാണ്. അങ്ങനെ ഈ റാഡിക്കൽ മുസ്ലിംസിനെ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ റാഡിക്കൽ മുസ്ലിംസിനെ എതിർക്കാൻ BJP ആണ് നല്ലത് എന്നൊരു ചിന്താഗതിയിലേക്ക് ഇവർ മാറിയിരുന്നു ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവർ. അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. രാജ്മോഹൻ, തൃശ്ശൂർ BJPയുടെ ശക്തി കേന്ദ്രമല്ല. ഇപ്പോൾ BJPക്ക് 20 സീറ്റ് ജയിക്കുമെന്ന് പറയുമ്പോൾ പലരും തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റിൻ്റെ കീഴിൽ വന്ന 7 നിയമസഭാ സീറ്റാണ് പറയുന്നത്. 7 നിയമസഭാ സീറ്റിൽ തൃശ്ശൂർ ഒഴികെ വേറൊരിടത്ത് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, തൃശ്ശൂർ സാധ്യതയുണ്ട്, കുറച്ച് സാധ്യതയുണ്ട്, മറ്റുള്ള മുനിസിപ്പാലിറ്റി. അതെ, കാരണം അതിനേക്കാൾ ശക്തം പാലക്കാടും കാസർഗോഡും തിരുവനന്തപുരമാണ് BJP. പക്ഷെ തൃശ്ശൂർ ജയിച്ചത് ആ മോഡലാണ്. ഒന്ന്, കേന്ദ്ര നേതൃത്വം ഇവിടുത്തെ ഗ്രൂപ്പുകാരെയെല്ലാം വെട്ടിയൊതുക്കി അവരുടെ മേൽനോട്ടത്തിൽ കൊണ്ട് നേരത്തെ തന്നെ ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിച്ചു. അത് 5 വർഷം അവിടെ കഴിഞ്ഞ പ്രവർത്തിച്ചു. 2, അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചിന്തിച്ചു. ഓർക്കണം, അവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നതിനേക്കാൾ പ്രസക്തമായിരിക്കുന്ന അവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നുള്ളതാണ്. സുരേഷ് ഗോപി അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു എന്ന് പറയുന്നത് പോലെ അല്ല, സുരേഷ് ഗോപി താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു. ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട താമര ചിഹ്നത്തിൽ ഒരു ക്രിസ്ത്യാനി വോട്ട് ചെയ്തു എന്നുള്ളത് വലിയൊരു പരീക്ഷണ വിജയമായിരുന്നു. അങ്ങനെ ക്രൈസ്തവരെ കൂടെ ചേർത്താലേ കേരളത്തിൽ BJP വളരൂ എന്ന ധാരണ അവർക്കുണ്ടായതുകൊണ്ടാണ് ഈ പുനഃസംഘടനയിൽ ഈ അനൂപ് ആന്റണി ജോസഫിനെ ജനറൽ സെക്രട്ടറി. രാജ്മോഹൻ, ഓർക്കണം, BJPയുടെ 4 ജനറൽ സെക്രട്ടറിമാരേ ഉള്ളൂ. BJPക്ക് 4 ജനറൽ സെക്രട്ടറിമാരേ ഉള്ളൂ. BJP പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയാണ്. ഈ തസ്തികയിൽ ഒന്നിലേക്കാണ് അനൂപ് ആന്റണി ജോസഫിനെ നിയോഗിച്ചിരിക്കുന്നത്.
ചെറിയ നിയമനമല്ല. ഷോൺ വൈസ് പ്രസിഡന്റും ആയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് പിന്നെയും വരാമല്ല, ഇപ്പോഴും ആദ്യം വരുന്ന തോന്നല്ലേ? അതെ 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 അതെ, ആദ്യമായിട്ടൊരു വൈസ് പ്രസിഡന്റ് വരുന്നത്. അപ്പം 2 ക്രൈസ്തവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നിയമസഭയിലേക്ക് ക്രൈസ്തവർക്ക് കൂടുതൽ താല്പര്യം കൊടുക്കുന്നു, നമ്മുടെ മന്ത്രിയാക്കുന്നു. ഇവിടെ ജോർജ് കുര്യൻ മന്ത്രിയായില്ലേ? ഇവിടെ രാജീവ് ചന്ദ്രശേഖരാണോ അതോ മുരളീധരനാണോ അടുത്ത മന്ത്രി എന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പം ജോർജ് കുര്യനെ മന്ത്രിയാക്കി. എന്തിനാണ്? ക്രൈസ്തവ വോട്ട് പിടിക്കാൻ. അങ്ങനെ വളരെ കൃത്യവും ശാസ്ത്രീയവുമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിൽ എനിക്ക് ഏറ്റവും കഷ്ടം തോന്നിയത്, ഞാനിതിനെ ഇപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോയെ കുറേ പേര് വിമർശിച്ചു, ഈ BJP വിരുദ്ധർ അടിമത്തമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പക്ഷേ ഈ BJP കേരള ഘടകത്തിന് ആത്മാർത്ഥമായ ഇടപെടലിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയിരുന്നു. വാസ്തവത്തിൽ വലിയ ആത്മാർത്ഥതയോടുകൂടിയാണ് BJP കേരള ഘടകം ഇടപെട്ടത്. മണിക്കൂറുകൾക്ക് തന്നെ അനൂപിനെ അങ്ങോട്ട് അനൂപിനെ അയച്ചു. ഷോണിനോട് പോകാൻ പറഞ്ഞു. ഷോണിൻ്റെ അപ്പന് ആശുപത്രിയില്ല, മറ്റേ അദ്ദേഹത്തിന് H1N1 ബാധിച്ച ആശുപത്രിയില്ല, അതുകൊണ്ട് പോയില്ല. പക്ഷേ ഷോൺ ഇവിടെ ഇരുന്നുകൊണ്ട് മെത്രാന്മാരെയൊക്കെ വിളിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, ഈ ജാമ്യം എഴുതി കൊടുക്കാനുള്ള എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രശേഖർ അമിത്ഷായെ കാണുന്നു, ചർച്ച നടന്നു. അപ്പം നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്നാണ്? ഞങ്ങളെല്ലാം ശരിയാക്കി തരാമെന്നുള്ള. അനൂപ് അവിടെ പോയി കാണുന്നു, ആഭ്യന്തരമന്ത്രി വിളിക്കും. ഇങ്ങനെ പോസിറ്റീവ് സൈനുകൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സംഭവിച്ചത് എന്താണ്? NIAക്ക് കേസ് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നെ അങ്ങോട്ട് വന്നത് മുഴുവൻ കേരളത്തിലെ BJP നാണം കെടുത്തുന്നതും അവരെ തൊലിയുരിപ്പിക്കുന്നതും അവരുടെ ക്രൈസ്തവ മനസ്സിൽ വല്ലാത്ത ഒരു വെറുപ്പുണ്ടാക്കുന്നതുമായ പ്രവർത്തികളാണ്. അതിലവിടെ BJP പ്രവർത്തകർ അവിടെ അവർ ജാഥ നടത്തിയെന്നല്ല, BJP അല്ല, മറ്റേ ബജറംഗ് ദൾ. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സംഭവിക്കൂ. കേരളത്തിലെ BJP പ്രസിഡന്റ് പറയുന്നു, BJPയുടെ നേതാക്കൾ പറയുന്നു, ജോർജ് കുര്യൻ പറയുന്നു, ഇവർ നിരപരാധികളാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞു, നിരപരാധികളാണ്, അവരെ അബദ്ധത്തിൽ പെട്ടുപോയതാണ്, എങ്കിൽ അവരെ വിടാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ എടുത്തില്ല. ഇത് മാത്രമല്ല, പിന്നെ നടന്ന നാടകങ്ങൾ, രാജ്മോഹൻ, ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്തും മതപരിവർത്തന കേസുമാണ്. ഇത് രണ്ടുമാണെന്ന് അറിഞ്ഞിട്ട്, ഇത് NIA കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് ഇവരെന്തിനാണ് മജിസ്ട്രേറ്റ് കോടതി കൊണ്ട് ഹാജരാക്കിയത്? ആദ്യത്തെ ചോദ്യം. ഞാൻ പറഞ്ഞ ഇവരുടെ മേലെ ചുമത്തിയിരിക്കുന്നത് NIA കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്തവർ കൊണ്ടുപോയി എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? NIA കോടതിയിലാണ്. പകരം NIA കോടതി ചെയ്യാതെ മജിസ്ട്രേറ്റ് കോടതി പോയി. അവിടെ ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു, എൻ്റെ പരിധിയിൽപ്പെടുന്നില്ല, 10 വർഷത്തിലധികം തടവുള്ള കുറ്റകൃത്യമായതുകൊണ്ട് സെഷൻസ് കോടതി ഇപ്പം പറഞ്ഞു ഒരു 2 ദിവസം പോയി. ഓർക്കണം, അതിന് മുമ്പ് 3 ദിവസം പോയി, ശനി ഞായറും പോയി, 2 ദിവസം പോയി. സെഷൻസ് കോടതി ചെന്നു. സെഷൻസ് കോടതി ചെന്നപ്പം ഈ പ്രോസിക്യൂഷൻ പറയാ, നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട, NIA കോടതി പോയി. ഇത് ഭയങ്കര ഗൂഢാലോചനയല്ലേ? ദിവസം നീട്ടിക്കല്ലേ? ഇനി NIA കോടതി ആണോ പരിധി? തെറ്റാണത്. അത് വിശദമായി പഠിക്കണം. NIA കോടതി ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയമുണ്ടെങ്കിൽ മാത്രമേ എടുക്കൂ. അതിൽ മനുഷ്യക്കടത്തും വരാം എന്നെഴുതിയിട്ടുണ്ട്. ഒരു സെക്ഷനിൽ പറയുന്നുണ്ട് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളും വരാം. പക്ഷേ എല്ലാ മനുഷ്യക്കടത്തും വരത്തില്ല. മനുഷ്യക്കടത്ത് വരികയും അതിൻ്റെ പിന്നിൽ ഒരു ഭീകരബന്ധമുണ്ട് എന്ന് സംശയിക്കുകയും ചെയ്താൽ, ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയമുണ്ടെന്ന് സംശയിക്കുകയും ചെയ്താൽ, കേസെടുക്കുന്ന സ്റ്റേറ്റ് പോലീസിനെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാം. കേന്ദ്ര സർക്കാർ ഈ കേസ് പരിഗണിച്ചിട്ട് അവർ 10-15 ദിവസത്തിനകം അവർ തീരുമാനിക്കണം ഇത് NIA എടുക്കണോ വേണമെന്ന്. അതാണ് നിയമം. അതാണ് നിയമം. കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഇടപെടാം. അതായത് സ്റ്റേറ്റ് എടുക്കുന്നു. ഇപ്പം നമ്മളിവിടെ മനുഷ്യക്കടത്തിന് ഒരാളെ പിടിച്ചാൽ നമ്മൾ അവരെ അറിയിക്കണം, ഞങ്ങളിതാ മനുഷ്യക്കടത്തിന് പിടിച്ചിരിക്കുന്നു. അപ്പം കേസിൻ്റെ ഫയൽ കൊടുക്കും. കേന്ദ്രം പഠിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പാകിസ്ഥാനിയുണ്ടോ മറ്റതുണ്ടോ, ഇവിടെ രാജ്യദ്രോഹം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരി, ഞങ്ങൾ കേസെടുക്കുന്നു. അല്ലാതെ NIAക്ക് ആളില്ല, CBIക്ക് ആളില്ല. അറിയാമോ? CBI എന്ന് പറയുന്ന ഏജൻസിക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോഴാണ് NIA കേസ് അന്വേഷിക്കണമെങ്കിൽ ദേശസുരക്ഷയെ ബാധിക്കുന്ന രാജ്യദ്രോഹമോ വിദേശ രാജ്യങ്ങളൊക്കെ വിദേശചാരന്മാരൊക്കെ ഉൾപ്പെട്ടതായിരിക്കണം. അതിൽ മനുഷ്യക്കടത്തും വരാം. കാരണം മനുഷ്യക്കടത്ത് വിദേശ രാജ്യം ബന്ധമുള്ളതാണ്. പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതങ്ങനെ ഒരു സംഭവമല്ല. ഇത് ദുർഗ് ജില്ലയിൽ നിന്നും ആഗ്രയിലേക്ക് 3 പേര് ജോലിക്ക് കൊണ്ടുവന്നു. അതാണ് ഈ 3 പേര് അവരുടെ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ട് പോകുന്നു. മറ്റൊരു രാജ്യത്തേക്കോ ഒന്നുമല്ല, ഒരിടത്തേക്കുമല്ല, നമ്മുടെ രാജ്യത്തെ അടുത്ത സംസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇത് അവർ മനഃപൂർവ്വം ഡിലേ ചെയ്യിപ്പിക്കുക, വൈകിപ്പിക്കുക. അതിനുവേണ്ടി ഇപ്പൊ ഇവർക്ക് അടുത്ത ന്യായമുണ്ട്. ഇനിയിപ്പോൾ NIA കോടതി ജാമ്യാപേക്ഷ കൊടുക്കുമല്ലോ. അതെ. അപ്പൊ എന്ത് പറയുന്ന അറിയാമോ? കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ഞങ്ങൾ നോക്കിയിരിക്കാന്ന് പറയും. അപ്പൊ അതിന് സമയമെടുക്കും, 15 ദിവസം വരെ സമയമെടുക്കും.
ചുരുക്കം പറഞ്ഞാൽ ഈ കന്യാസ്ത്രീമാർ കുറേ നാൾ ജയിലിനകത്ത് ജയിലാകേണ്ട അവസ്ഥ. ഇത് അങ്ങേയറ്റത്തെ നിയമവിരുദ്ധ പ്രവൃത്തിയാണ്. ഈ കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തിയത് ഒരു പരാതിയില്ല. ഇപ്പം ഇവരൊക്കെ പറയുന്നുണ്ട് അതിലൊരു പെൺകുട്ടിയുടെ മൊഴിയുണ്ടെന്ന്. ആ പെൺകുട്ടിയുടെ മൊഴി ആ പെൺകുട്ടി പറഞ്ഞ് എന്നെ കൊണ്ട് ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടെന്ന് പറയുന്നുണ്ട്. ആ പെൺകുട്ടി വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അവർ ചുമ്മാ എഴുതി ചേർത്ത സാധനമാണത്. അപ്പം ഇവിടെ കന്യാസ്ത്രീകളോടും ക്രൈസ്തവരോടും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ പകവീട്ടുന്നെന്നും അതിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നുമുള്ള തോന്നലാണ് കേരളത്തിലെ ക്രൈസ്തവർക്കുണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം നടന്നില്ലേ കേരളത്തിൽ? പ്രതിഷേധം നടന്നു. പിന്നെ ഇവിടെ ചാടി വീട് ഇവിടുത്തെ ഞാൻ പറയേണ്ടത് കേരളത്തിലെ ക്രൈസ്തവർ BJPയോടൊപ്പം ചേരണോ വേണ്ടയോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. BJPയോടൊപ്പം ചേർന്നത് എന്താ കുഴപ്പം എന്നുള്ള ഒരു ഉത്തരവുണ്ട്. വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. കുഴപ്പമാണ് BJP ക്രൈസ്തവരോടൊട്ടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന ഒരു സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് മതപരിവർത്തനം തെളിവുണ്ടായിരുന്നു കരുതുക. ഒരു ഈ പറയുന്ന പെൺകുട്ടികൾ പറയുകയാണ് ഞങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനം പറഞ്ഞായിരുന്നെങ്കിൽ അവർ കാലുവാരി പറഞ്ഞതാണെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും എന്നോ, അല്ലെങ്കിൽ പറയാം ഞങ്ങളെ അവർ അറിയാതെ ഞങ്ങളെ കടത്തിക്കൊണ്ട് പോയതാണെങ്കിലും പറ്റും. ഇത് രണ്ടും നിലനിൽക്കുന്നില്ല. അതിൻ്റെ ഇരകളുടെ ബന്ധുക്കളോ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. അതേസമയം ഇവരിത് ഇതിങ്ങനെ ഒരു മനുഷ്യക്കടത്തും മതപരിവർത്തനം ഉൾപ്പെടുത്തി NIA കൊണ്ടുപോകുന്നു, അവിടേക്ക് കൊണ്ടുപോകുന്നു ഒക്കെ പറഞ്ഞ് ഇത് വഷളാക്കി നശിപ്പിച്ച് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ BJP വലിയ പ്രതിസന്ധിയിലായി. കാരണം BJPക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ക്രൈസ്തവ പിന്തുണയോടുകൂടി ഹിന്ദു വോട്ട്, ഇപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹിന്ദു വോട്ടുകൾ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ വോട്ടുകളുടെ പിന്തുണയോടുകൂടി മുമ്പോട്ട് പോകുന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ വലിയ തോതിൽ ഇല്ലാതാക്കുന്നു. ക്രിസ്മസിന് കേൾക്കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് വരെ ബിഷപ്പ്മാരെ പറഞ്ഞു. മാർക്ക് ക്ലീമിസ് അങ്ങനെ സൂക്ഷിച്ച് സംസാരിക്കുന്ന ആളാണ്. അതെ, എല്ലാവരും നല്ല സൗഹൃദം പുലർത്തുന്ന എല്ലാവരുടെ സൗഹൃദം പുലർത്തുന്ന ക്ലീമിസ്. മാർ പാമ്പളാനി ഞങ്ങൾ റബ്ബറിന് 250 രൂപ തന്നാൽ റബ്ബറിന് 500 രൂപ തന്നാൽ BJP കൂട്ടി എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി പറഞ്ഞതെന്നറിയോ? മാർ പാമ്പളാനി കഴിഞ്ഞെന്ന് പറഞ്ഞതെന്നറിയാമോ? ഭരണഘടന പശു വിഴുങ്ങി. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ചിന്താഗതിക്ക് കാരണമുണ്ടാക്കിയത് ഇവരുടെ ചിന്താശേഷിയില്ലാത്ത നിലപാടാണ്. അപ്പം ഞാൻ പറഞ്ഞ കേരളത്തിൽ BJPക്ക് ഇത് വലിയ തിരിച്ചടിയാണ്, വലിയ നാണക്കേടാണ്. ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള നീക്കം ഒരിപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ BJP നേതൃത്വം മറന്നു പോകുന്നൊരു കാര്യം, മുനമ്പം വിഷയത്തിൽ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയില്ലാതെ UDF ആയിരുന്നു. LDF എപ്പോഴും തടി തെപ്പിപ്പോവും. മുൻപ് വിഷയത്തിൽ BJPക്ക് അനുകൂലമായി വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചില്ല. മുൻപ് സമരത്തിൻ്റെ അവസ്ഥ എന്നാ ആർക്കും അറിയില്ല. BJP നേതൃത്വം കൊടുത്ത് BJP മുമ്പിൽ നിന്ന് നിയമം പാസ്സാക്കിയിട്ട് ആ നിയമത്തിൻ്റെ ബെനഫിറ്റ് അവിടുത്തുകാർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് മുതലെടുപ്പാണ് എന്നുള്ള ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. അതിങ്ങനെ പെട്ടുപോയിരിക്കുമായിരുന്നു UDF. ഹൈബിയുടനൊക്കെ എന്നോട് വലിയ വിരോധമായി. ആ മുനമ്പം വിഷയത്തിൽ അതുവരെ ഞാൻ ഹൈബിയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമായിരുന്നു. ഇപ്പോൾ ഹൈബി എന്നെ കണ്ടാൽ മിണ്ടത്തില്ല എന്ന് മാത്രമല്ല ഫോണിൽ വിളിച്ച് സംസാരിക്കത്തില്ല. ഒരിക്കൽ ഞാൻ ഹൈബിയെ ഫോണിൽ വിളിച്ചൊരു അഭിപ്രായം ചോദിച്ചപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എനിക്കെതിരെ കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അല്ല, അത് അവർക്ക് ഫലപ്രദമായി അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്. അതാണ്. അപ്പോൾ ഇവിടെ ഈ വിഷയം കൂടി ആയതോടുകൂടി വലിയ ക്ഷീണം BJPക്ക് ഉണ്ടാവും. BJP ശരിക്കും എന്താ പഠിക്കൽ കൊണ്ടുപോയി കലവടച്ചു എന്ന ഒരു കാര്യം ഓർക്കണം. പഞ്ചായത്ത് ഇലക്ഷൻ ഇനി 1-2 മാസങ്ങളേ ഉള്ളൂ. ഇത് റിക്കവർ ചെയ്യാൻ പാടാണ്. കാരണം ഇത് കൺവിൻസിങ് അല്ലേ. ഇത് ആയേനെ എങ്ങനെയാണെന്നറിയോ? ചൊവ്വാഴ്ച തന്നെ ജാമ്യം കിട്ടി പ്രശ്നം പരിഹരിച്ചായിരുന്നെങ്കിൽ പരിഹരിക്കായിരുന്നു, ക്രെഡിറ്റ് അവർക്ക് തന്നെ കിട്ടുമായിരുന്നു. പക്ഷേ അവിടെ പാളിപ്പോയി. കേരളത്തിലെ BJP നേതാക്കളുടെ വാക്കിന് വിലയില്ലെന്നോ അവർ പറയുന്നത് ചിന്തിക്കാം. മറ്റൊരു വശം കൂടി നമ്മൾ നോക്കണം. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അതെ, വടക്കേ ഇന്ത്യയിലെ മാനസികാവസ്ഥ അല്ല കേരളത്തിൽ BJPക്ക് അര സീറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റിന് ഭരണം കളയേണ്ട കാര്യമില്ല. അവിടെ ഒരുപക്ഷെ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തിരിച്ച് ഇങ്ങനെയൊരു ബഹളം നീക്കുമ്പോൾ ഒരുപക്ഷെ ഹിന്ദു വോട്ടുകൾ കൂടുതൽ ധ്രുവീകരിക്കാൻ സാധ്യതയുണ്ട് BJPക്ക്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് കേരളത്തിൽ. എനിക്കിതിനകത്തൊരു സങ്കടം, ഒരേ ഒരു സങ്കടമുള്ള ഈ വിഷയത്തിൽ എന്നുവെച്ചാൽ ഈ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു വിഭാഗം തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റ്, SDPI. അവരാണ് ഇത് വലിയ ആഘോഷിച്ചിട്ട് അവർ പിന്തുണ മാത്രമല്ല വലിയ ആഘോഷം, വലിയ പിന്തുണ. അവരാണ് കന്യാസ്ത്രീകളുടെ പടമൊക്കെ വെച്ച് അവർ കണ്ണീര് കൊടുക്കും. SDPI, വിമൻ ഫ്രണ്ട്, ഇവരൊക്കെ ഇങ്ങനെ കണ്ണീര് വെച്ച് ഒടുക്കുകയാണ്. അവരുടെ ഒരു വലിയൊരു ആഗ്രഹവും ആവശ്യവുമായിരുന്നു ക്രൈസ്തവരെ BJPയുമായി അകറ്റുക എന്നുള്ളത്. അതിൽ വിജയിച്ചു ഒരു പരിധി വരെ ഇത് എന്നുള്ളത്
അല്ല, എനിക്കിപ്പോഴും തോന്നുന്ന ഒരു കാര്യം, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് സൗത്ത് ഇന്ത്യയിലെ കാര്യം അവർക്ക് വ്യക്തമായിട്ട് അവർക്ക് അറിയാമല്ലോ, അവരെന്തുകൊണ്ട് ഇതൊരു ഏകോപന ഇക്കാര്യത്തിൽ നടത്തിയില്ല എന്ന് നമ്മൾ സ്വാഭാവികം ചിന്തിക്കേണ്ടി വരും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതെ, ദേശീയ തലത്തിൽ അവർക്ക് ഈ പറയുന്ന ക്രിസ്ത്യൻ പ്രേമം കൊണ്ട് പ്രത്യേകിച്ച് നേടാനില്ല. ഇല്ല. അവർക്ക് അതിനേക്കാൾ കാരണം അവിടെ ഒരു വൈകാരിക വിഷയമായി മാറും. ഞാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ നിമിഷപ്രിയ കേസെടുക്കുക. നിമിഷപ്രിയ കേസിലെ ആ യമനിലെ ഒരു വികാരം എന്ന് പറയുന്നത് നിമിഷപ്രിയക്കെതിരാണ്. ആ വികാരത്തിനെതിരായി നിലപാടെടുക്കാൻ ഈ ഹൂത്തികൾ ഭരിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പം ഈ ഛത്തീസ്ഗഡിലെയും മാത്രമല്ല ഉത്തർപ്രദേശിലെയും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പൊതുവികാരം ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരാണ്. അപ്പോൾ അത്തരം പശ്ചാത്തലത്തിൽ ഇത് രാഷ്ട്രീയമാണ്. പക്ഷേ കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയോട് ചേർന്ന് നിൽക്കാൻ, ക്രിസ്ത്യാനികളെ ചേർന്ന് നിൽക്കാനുള്ള അവരുടെ നീക്കത്തിന് വലിയ തിരിച്ചടി. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ പോലും ക്രിസ്ത്യാനിക്ക് പല സംസ്ഥാനങ്ങളിലും ചില പോക്കറ്റുകൾ അവർക്ക് ശക്തമായ പോക്കറ്റുകളിൽ നമ്മുടെ ഇയാൾ ക്രിസ്ത്യാനിയായിരുന്നു, YS രാജശേഖര റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു. എനിവേ, എന്തായാലും വളരെ വിചിത്രമായൊരു സാഹചര്യമാണ് രൂപപ്പെട്ടത്. കേരളത്തിലെ BJPക്ക് വലിയ തിരിച്ചടിയാണ്. BJPയുടെ വിശ്വാസ്യത ഇത് ബാധിച്ചിട്ടുണ്ട് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ. BJP നേതാക്കൾ ആത്മാർത്ഥമായി ഈ കന്യാസ്ത്രീയെ സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. ഫലമുണ്ടായിരുന്നെങ്കിൽ ഗുണമുണ്ടാകുമായിരുന്നു. ഫലമുണ്ടാവാതെ പോയതുകൊണ്ട് തന്നെ BJPയുടെ നയം ക്രൈസ്തവർക്കൊട്ടും ഗുണകരമല്ല എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളടക്കം കോൺഗ്രസ്സുകാരും CPMകാരും അടക്കമുള്ളവരുടെ കയ്യിൽ ഒരു തുറുപ്പ് വെച്ചു കൊടുത്ത അവസ്ഥയാണ്. കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന്. നന്ദി.